ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയും പിന്നെ അനാമികയും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെ മൊത്തത്തിൽ ടെൻഷനായല്ലോ മോളെ. എല്ലാവർക്കും ഇഷ്ടമുള്ള ദേവയാനി ചേച്ചിയാ ആ പാലെടുത്ത് കുടിച്ചിരിക്കുന്നത്. ദേവയാനി ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതാകെ മൊത്തത്തിൽ പോലീസ് കേസായി മാറും. അതുകൊണ്ട് നമ്മളിൽ പിടി വീഴുമോ മോളെ? ആ ഒരു പേടി എനിക്കും ഉണ്ടമ്മേ. ഞാനും ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ. ഇനി കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കാൻ നോക്കണം. അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മളല്ല ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ വേണു ഫോൺ വിളിക്കുക. അച്ഛനെ വിളിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി വിളിക്കുക. ഫോൺ എടുക്കമ്മേ. ഹലോ വേണുവേട്ടാ, എന്തായി? കാര്യങ്ങളെല്ലാം ഓക്കെ ആയോ? ഓക്കെ ആയി വേണുവേട്ടാ. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണോട്ടാ. ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി? അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ? ഇനി അവൾക്ക് മരണവെപ്രാളമായിരിക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതേ നവ്യയല്ല, ദേവേച്ചിയാ. ദേവയാനിയോ? അതെന്താ? അതാണ് വേണുവേട്ടാ ഞങ്ങൾ മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുന്നേ. എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ദേവേച്ചിയാണ് പാലെടുത്ത് കുടിച്ചത്. നവ്യയ്ക്ക് ഉണ്ടാക്കി വെച്ച പാലിൽ ഞാനും അനാമിക മോളും പോയി വിഷം കലർത്തിയതാ. അതിനുശേഷം ആ പാലെങ്ങനെയാണ് ദേവേച്ചിയുടെ വയറ്റിലെത്തിയെന്നാ പിടികിട്ടാത്തത്. എന്ത് ചെയ്യാനാ? ആകെ മൊത്തം പ്രശ്നമാണ് വേണോട്ടാ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമൊന്നും വേണ്ട. അത് നമ്മളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയണം. അത് കേട്ടതും ശരി ഈശ്വര, എന്ത് ചെയ്യാനിപ്പോൾ? അന്ന് നമ്മൾ പായസത്തിൽ വിഷം കലർത്തിയപ്പോൾ നമ്മൾ തന്നെ അത് കുടിച്ചു. ഇന്ന് അവരത് കുടിച്ചു. എന്താ ഇത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവളന്മാർക്ക് എന്തോ ഭാഗ്യമുണ്ട്, അതുകൊണ്ട് അവളന്മാർ രക്ഷപ്പെട്ടു പോകുന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും നമ്മുടെ വേണു, എന്നാൽ ശരി ഞാൻ വെക്കുവാണേ രേവതി. ശരി വേണു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ വയ്ക്കുക. ഈ സമയം ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് വളരെ സങ്കടത്തോടുകൂടെ അമ്മയെ നോക്കുക ICUവിൽ. അമ്മയെ നോക്കിയതും ആദർശിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, എന്തൊരു കഷ്ടമായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കണം. എൻ്റെ അയ്യപ്പ, എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്ത് സംഭവിക്കരുതേ. എൻ്റെ അമ്മ ഞങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യപ്പ എൻ്റെ അമ്മയോട് പൊറുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ജയനും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അച്ഛ, അമ്മ എന്തെങ്കിലും കുടിച്ചായിരുന്നോ, കഴിച്ചായിരുന്നോ? അത് കേട്ടതും പാല് കുടിച്ചിട്ടാ മോളെ രാത്രി കിടന്നത്. ഞാൻ ദേവയാനിയോട് പറഞ്ഞായിരുന്നു പാല് കുടിക്കാൻ. കാരണം അവൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ആ ക്ഷീണം അങ്ങ് മാറട്ടെ എന്ന് കരുതിയിട്ടാ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് പാലെടുത്ത് കുടിച്ചിട്ട് ദേവയാനി കിടന്നത്. അപ്പം അടുക്കളയിൽ വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചത് അമ്മയായിരുന്നല്ലേ? ഞാനത് ചേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ചിരുന്ന പാല് കാച്ചി വെച്ചിട്ട് അങ്ങോട്ട് പോയി വന്നപ്പോഴേക്കും പാല് കാണാനില്ലായിരുന്നു. ഞാൻ അവിടെയൊക്കെ നോക്കി, ആരെ എടുത്ത് കുടിച്ചെന്നും ഒരു പിടിയില്ലായിരുന്നു. പിന്നെ ഞാൻ വേറെ പാലെടുത്ത് കാച്ചി ചേച്ചിക്ക് കൊടുക്കുമായിരുന്നു. അത് കേട്ടതും ആദർശനാകെ സംശയമായി. അപ്പോൾ പാലിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒരു പാലിനകത്ത് എന്ത് പ്രശ്നം വരാനാ മോനെ? ഇതിപ്പോൾ അയാൾക്ക് വയ്യാതിരിക്കുമായിരുന്നല്ലോ, അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നവ്യ ഫോൺ വിളിക്കാതെ ചേച്ചിയെ വിളിക്കുന്നത്. ഹലോ ചേച്ചി, എന്തായി നേനെ? ഒന്നും പറഞ്ഞിട്ടില്ല ചേച്ചി, അമ്മയ്ക്ക് സീരിയസ് ICUവിലാണ് എന്നൊക്കെ പറയുക. ഈശ്വര, എന്താ ഇപ്പോൾ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അറിഞ്ഞിട്ട് തന്നെ വിളിക്കട്ടെ മോളെ. ശരി ചേച്ചി എന്നും പറഞ്ഞ് നവ്യ ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം അവരെ രണ്ടുപേരിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് നവ്യയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ നവ്യ ഓടി ചെന്നു പുറത്തേക്ക്. അപ്പോഴേക്കും അനാമികയും രേവതി അങ്ങ് മറിഞ്ഞു നിൽക്കുക. നാണം കെട്ടതുങ്ങൾ രണ്ടെണ്ണം എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ട് വന്ന് ഒളിഞ്ഞു നോക്കുക. എന്തായാലും വെറുതെ വിടരുത്. ഇവരെ നിരീക്ഷിക്കാൻ ഒരു ക്യാമറ വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ രണ്ടെണ്ണത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള വഴി നോക്കണം. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ കുറ്റം മുഴുവനും കേൾക്കേണ്ടി വരുന്നത്. നാശങ്ങൾ ഈ പണ്ടാരങ്ങളായിരിക്കും എന്തായാലും ചെയ്തിട്ടുണ്ടാവുക. അന്ന് പായസത്തിൽ സോപ്പൊടി കലർത്തിയതുപോലെ ഇന്നും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ആദർശൻ ജയനും നയനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും ഡോക്ടർ വന്നു. ഡോക്ടറെ, എന്തായി? എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എന്തായാലും വീട്ടിൽ ഫാമിലി പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടറെ. അല്ല, ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതുപോലെയാണ് തോന്നുന്നത്. അത് കേട്ടതും ആത്മഹത്യക്കോ? എൻ്റെ അമ്മയോ എന്നും ആദർശും അതെ എൻ്റെ ഭാര്യയൊന്നും ജയനും ഒരേ സ്വരത്തിൽ ചോദിക്കാം. അതെ, ഉഗ്രമായൊരു വിഷമാണ് ആളുടെ ശരീരം മുഴുവനും കലർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ഭയങ്കര സീരിയസാണ്. വലിയൊരു കൂടിയ വിഷമുള്ള പാമ്പിൻ്റെ കടിയേറ്റതുപോലെയാണ് ഇപ്പോൾ സാറിൻ്റെ വൈഫ് കിടക്കുന്നത്. ആരാണ് എന്തിലേലും വിഷം കലർത്തിയതെന്നൊന്ന് നോക്കണം. പാല് കുടിച്ചായിരുന്നു അല്ലേ? പാല് കുടിച്ചിട്ട് ഡോക്ടറെ രാത്രി കിടന്നത്. കുറേ നാളായി അയാൾക്ക് നല്ല ക്ഷീണമുണ്ട്.
പക്ഷെ സംശയം മുഴുവനും ആ പാലിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നാണ് എന്നും ഡോക്ടർ അത് കേട്ടതും പാല് കാച്ചിയത് ഞാനാ ഡോക്ടറെ, ഞാൻ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, അതുമല്ല എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ പാല് കാച്ചി വെച്ചത് എന്നൊക്കെ പറയാണ്. അത് കേട്ടതും ഇതിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഡോക്ടറെ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല എന്ന് ഞാൻ പറയില്ല, കുഴപ്പമുണ്ടാവും. കാരണം സീരിയസ് ആണ്, കാര്യം ഭയങ്കര സീരിയസാണ്. ഞാൻ പറഞ്ഞല്ലോ, കൂടിയ വിഷമുള്ളൊരു പാമ്പ് കടിച്ചതുപോലെയാണ് ഇപ്പോഴത്തെ ആ മാഡത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുക. ഈശ്വര, അമ്മ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിക്കുന്നേ? അമ്മ അങ്ങനെ ഒരിക്കലും ശ്രമിക്കില്ല, എനിക്കറിയാം എന്നൊക്കെ പറയണം. ഇതിപ്പോൾ എന്താ ചെയ്ത്? പാല് കാച്ചി വെച്ചത് ഞാനാണല്ലോ. ആ സമയത്ത് അമ്മ പാലെടുത്ത് കുടിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും വെച്ചാൽ പാലിൽ എന്തെങ്കിലും കലക്കിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടതും അതിപ്പോൾ അറിയില്ലല്ലോ മോളെ, എന്തായാലും നമുക്ക് നോക്കാം, മോള് ധൈര്യമായിട്ടിരിക്കേ, ദേവയാനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ജയനൊക്കെ സ്വയം ആശ്വസിക്കുകയാണ്. ഈ സമയം ആദർശിന് നല്ല സംശയമുണ്ട്. ആദർശ് ഇങ്ങനെ ആലോചിക്കുക, അല്ല നയനെ, ആ പാലിൽ വിഷം കലർത്തിയത് ആരായിരിക്കും? ഇനി പാലിൽ വിഷം കലർത്തി അമ്മ മനഃപൂർവ്വം ആത്മഹത്യക്ക് ശ്രമിച്ചാണോ ആദർശേട്ടാ എന്ന് നയനയും ചോദിക്കുക. അത് കേട്ടതും ഇല്ല നയനെ, ഒരിക്കലും എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് ഇനി നീ എന്തെങ്കിലും ആദർശേട്ടാ, ഒരിക്കലുമില്ല. എൻ്റെ ചേച്ചിക്ക് കൊടുക്കാനാണ് ഞാൻ ആ പാല് കാച്ചിയത്. എൻ്റെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ആദർശേട്ടന് തോന്നുന്നുണ്ടോ? ആണ്, പക്ഷേ എനിക്കറിയാൻ നയനെ, നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. എന്നാലും മനസ്സുകൊണ്ട് അങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ചോദിച്ചു പോയതാ. എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ നയനെ. പേടിക്കണ്ട ആദർശേട്ടാ, ഒരു കുഴപ്പം സംഭവിക്കില്ല. ദൈവങ്ങൾ അമ്മയെ കാത്തോളും. എന്തായാലും എനിക്കൊരു സംശയമുണ്ട് ആദർശേട്ടാ. എന്താ നയനെ? അന്നും ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ച പാൽപ്പായസം കുടിച്ചിട്ട് ആകെ മൊത്തം ആ അനാമികയും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ വയറിളകി നടക്കുമായിരുന്നു. ഇനി പായസത്തിൽ വിഷം കലർത്തിയത് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതേപോലെ മറ്റൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരായത് ഇനി അവരാണോ? ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്ന ആദർശേട്ടാ. എന്താ? ഇന്നലെ രാത്രി ഞാൻ ചേച്ചിക്ക് പാല് കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് അപ്പച്ചിയും പിന്നെ ആ അനാമികയുടെ അമ്മയും ഒക്കെ പതിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് അവരുടെ പ്ലാനാണെന്നാ. അത് നയന പറഞ്ഞത് ശരിയാ. പണ്ട് മുതലേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർ തന്നെയായിരിക്കും. ആ അപ്പച്ചി, എൻ്റെ അപ്പച്ചി എന്ന് പറയുന്ന ആ സ്ത്രീ, അവയ്ക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ എപ്പോഴും അബിക്ക് എന്നേക്കുമായി ഇല്ലാത്തൊരു സ്നേഹമായിരുന്നു ഇന്നലെ എൻ്റെ ചേച്ചിയോട്. എൻ്റെ ചേച്ചിയും കൊണ്ട് വീട്ടിലോട്ടൊക്കെ പോയായിരുന്നു ആദർശേട്ടാ. അങ്ങനെയൊക്കെ സംഭവിച്ചോ? അതെ ആദർശേട്ടാ. അപ്പം സൂക്ഷിക്കണം, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാനുള്ള പരിപാടിയെല്ലാം നടത്തിയൊന്നാ എൻ്റെ ടെൻഷൻ. അത് കേട്ടതും അത് തന്നെ ആദർശേട്ടാ എൻ്റെയും പേടി. എനിക്കും നല്ല ടെൻഷനുണ്ട്. ഇതിപ്പോൾ അമ്മ അനാമികയ്ക്ക് കൊടുത്ത മാല മോഷണം പോയതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ മോളെ നയനെ ചെയ്യുക? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്ക് പേടിയാവുന്നു ആദർശേട്ടാ. ഇനി ആ കുറ്റവും എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. ഇല്ല നയനെ, നീ പേടിക്കണ്ട. അങ്ങനെയല്ലല്ലോ, ഈ നാട്ടിൽ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ ഇരിക്കും. ഈ സമയം രേവതിയും അനാമികയും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. മോളെ, എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദേവേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കും. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷണം നമ്മളിലേക്ക് എത്തുമോ? അമ്മ ഇങ്ങനെ പേടിക്കുമ്പോഴാണ് എൻ്റെ പേടി. നമ്മൾ പേടിക്കാതെ ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന മട്ടിൽ കൂസലില്ലാതെ ഇങ്ങനെ നടന്നാൽ മതി. ഒരു കൂസലില്ലാതെ നമ്മൾ നടക്കുമ്പോൾ അവർക്ക് സംശയം തോന്നില്ലമ്മേ. ശരിയാണ്, പക്ഷെ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ. എന്തെങ്കിലും ദേവേച്ചിക്ക് സംഭവിച്ചാൽ അറിയാലോ, ഈ വീട്ടിലുള്ളവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് ദേവേച്ചി. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ. അപ്പോഴേക്കും ജലജ വരിക. എന്താ, ഉറങ്ങുന്നില്ലേ എന്നും ജലജ ചോദിക്കുക. എങ്ങനെ ഉറക്കം വരാനാ വലിയമ്മ? അങ്ങനെ കിടക്കുമ്പോൾ ഉറക്കം വരുമോ എന്നും. അത് ശരിയാ, ഏട്ടത്തി വരാതെ എനിക്കും ഉറക്കം വരില്ല. പാവ ഏട്ടത്തി എന്നാലും എങ്ങനെയത് കുടിച്ചതെന്ന് ഒരു പിടിയില്ലാത്തത്. അവൾ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അവളെ ഇത് ചെയ്യൂ. ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന 2 ഉണ്ടല്ലോ, അതിലൊരെണ്ണം അനിയത്തി ചേച്ചിക്ക് വേണ്ടി പാല് കാച്ചിയതാ. ആ പാലിനകത്ത് ചേച്ചിയുടെ കുഞ്ഞു പോകാൻ വേണ്ടി എന്തായാലും ഇട്ട് കാണും. അവളാണല്ലോ മൂത്ത മരുമകളെന്നുള്ള ഇതിൽ നടക്കുന്നത്. അപ്പം പിന്നെ അവളല്ലേ പ്രസവിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ചേച്ചി ഗർഭിണിയായപ്പോൾ അവൾക്ക് സഹിച്ചു കാണില്ല. അത് ശരിയാ, ചിലപ്പോൾ അവൾ തന്നെ അഴിക്കും. അവൾ തന്നെയാണെന്നേ ഈ വീട്ടിലേക്ക് വന്നത്. അവൾ മുഖം മറിച്ചുകൊണ്ടല്ലേ. അപ്പം പിന്നെ ഇത് അവൾ തന്നെ ചെയ്യൂ എന്നും പറയണം. അത് കേട്ടതും
അത് ശരിയാ. എന്നാലും ഇവളുമാർക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? ഒരാളെ കൊല്ലാനും പോലും എന്ത് ചെയ്യാനാ? ഇവിടെ അവളുടെ ചേച്ചിയും വന്നതിന് ശേഷം ഒരു മനസ്സമാധാനമില്ല. ഞങ്ങളൊക്കെ ആകെ മൊത്തത്തിലും വീർപ്പ് മുട്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടിങ്ങനെ സംസാരിക്കും. അങ്ങനെ ജലജ അങ്ങ് പോയി. ജലജ പോയി കഴിയുമ്പം ഇവർ നമ്മളോടൊപ്പം മോളെ, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും. കാരണം ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് ഇവരെ കൂടെ നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അവസാനം അതെല്ലാം നയനയുടെ തല കെട്ടിവെക്കുന്നത് ഒരു സുഖം വേറെ തന്നെയാണ് അല്ലേ മോളെ? അതെ അമ്മേ, ആ സുഖം അന്വേഷിച്ച് തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. എന്തൊക്കെയായാലും ആ അനാമിക അവള് ഒരു പ്രാവശ്യമെങ്കിലും കരയണോ, ആ നവ്യ ഒരു പ്രാവശ്യമെങ്കിലും കരയണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് നടന്നില്ലല്ലോ അമ്മേ. എന്ത് ചെയ്യാനാ മോളെ? ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എന്തോ ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയം ICUലാണ് കാണിക്കുന്നത്. ആദർശും ജയനും അവിടെ പോയി നോക്കുക. ഈശ്വര, എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കല്ലേ അച്ഛാ. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ലായിരിക്കുമല്ലോ അച്ഛാ. ഇല്ല മോൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നയനയും പ്രാർത്ഥിക്കുക, ഈശ്വര ഭഗവാനെ അമ്മയ്ക്കൊരാപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ സമയം പിന്നീട് നമ്മുടെ ആദർശനാണെങ്കിൽ ഭയങ്കര സങ്കടം. ഈശ്വര, എൻ്റെ അമ്മയ്ക്കൊരാപത്ത് സംഭവിക്കരുത്, അയ്യപ്പ കാത്തോളണേ, എൻ്റെ അമ്മയെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നയന, അച്ഛാ ഇനി അമ്മ മനഃപൂർവ്വം ആത്മഹത്യക്കെല്ലാം ശ്രമിച്ചാണോ? ഞാനും ആദർശേട്ടനും ഹണിമൂൺ ട്രിപ്പ് പോകുന്നതും സ്നേഹത്തിലായതൊക്കെ ഇഷ്ടപ്പെടാതെ ഒരിക്കലുമില്ല മോളെ, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അവള്. കാരണം ദേവേനെ അത്ര മനക്കട്ടിയില്ലാത്ത ആളൊന്നുമല്ല, നല്ല മനക്കട്ടി അവൾക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിച്ചാൽ അവൾ എതിർത്ത് നിന്ന് സംസാരിക്കുന്നവളാ, അല്ലാതെ ആത്മഹത്യയിലേക്ക് പോകുന്നവളല്ല മോളെ. അതെനിക്ക് നന്നായിട്ടറിയാം അച്ഛാ. പക്ഷെ എന്തായാലും ഇവിടെ നടന്നതൊന്നും ശരിയായ കാര്യമല്ലെന്ന് എൻ്റെ പേടി. ഇപ്പോഴും അച്ഛനും അമ്മയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അവരറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമോ. ഈ സമയം നേരം വെളുത്തതും നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് പതിവായിട്ട് കിട്ടാറുള്ള ചായ കിട്ടിയില്ലല്ലോ. ഇനി നയനമോൾ ഇവിടെ ഇല്ലേ? നയനമോൾ ആദർശമോനോടൊപ്പം അമ്പലത്തിൽ പോയിരിക്കുമോ ആണോ എന്തോ. അത് കേട്ടതും അമ്പലത്തിലേക്കൊന്നും അല്ല പോയത്, അവൾ ഹോസ്പിറ്റലിലേക്കാണ് പോയത് എന്നും ജലജ. അപ്പോൾ ഹോസ്പിറ്റലിലേക്കോ? എന്തു പറ്റി? മോൾക്ക് വല്ല അസുഖമുണ്ടോ? മോള് തലചുറ്റി വീണോ? മോള് വിശേഷം അറിയിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി. അത് കേട്ടതും വിശേഷം അറിയിച്ചത് നയനയല്ല, ഏട്ടത്തിയാ. എന്ത്, ദേവയാനിയോ? അതെ, ഏട്ടത്തി തന്നെ. എന്തൊക്കെയാ ജലജ നീ പറയുന്നേ? നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? അല്ലമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് ഏട്ടത്തി ഗർഭിണിയാണെന്നല്ല. ഏട്ടത്തി തന്നെയാണ് തല കറങ്ങിയതും ഛർദ്ദിച്ചതും വയറുവേദന എടുത്തിരുന്നു പൊളഞ്ഞതും ഒക്കെ. ഏട്ടത്തിക്ക് ഇന്നലെ മരണവേദനയായിരുന്നു. മരണവെപ്രാളം ഏട്ടത്തെയും പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ദേവയാനിക്കിപ്പോൾ ഇങ്ങനെയുണ്ട്. ഇപ്പം എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. കാര്യം കുറച്ച് സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം ഏട്ടത്തി ICUല. ഈശ്വര, ദേവയാനിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല അച്ഛാ. കാരണം ICUലാണെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ തന്നെ ഏട്ടത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് പാതി മരിച്ച അവസ്ഥയിലാണ്. ഈശ്വരന്മാരെ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശിയും ഇങ്ങനെ നിൽക്കുക. ഈ സമയം അനാമികയെ രേവതി അണിക്കുന്നത്. അപ്പോൾ നവ്യ ചായ കുടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒരുത്തി അവിടെ പോയി ഹോസ്പിറ്റലിൽ കൂട്ടിയിരിക്കുക. അനിയത്തി ചേച്ചിക്ക് വേണ്ടി ആ പാല് കാച്ചിയത് എന്നും പറയണം. അത് കേട്ടതും നവ്യയ്ക്ക് കയറിയില്ല കലി. എൻ്റെ അനിയത്തി എനിക്ക് വേണ്ടി തന്നെയാടി പാല് കാച്ചിയത്. പക്ഷെ ആ പാലിനകത്ത് വിഷം കലർന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് കണ്ടുപിടിക്കാനും അധികം താമസമൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയുക. അത് കേട്ടതും, എന്താടി നീ ഞങ്ങളെയാണോ പ്രതിയാക്കുന്നത്? അതെ, നിങ്ങളെ തന്നെയാ. ഈ വീട്ടിൽ നിങ്ങളെപ്പോലുള്ള ജന്തുക്കൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റൂ. എന്താടി നീ പറഞ്ഞേ? ഞങ്ങളെ ചെയ്തേന്നോ? എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം നീ ഇങ്ങനെയൊക്കെ പറയുവാണോ? അത് കേട്ടതും, അതേടി ചെയ്തു വെച്ചതേ ഞാനല്ല. അന്ന് പായസത്തിനകത്ത് വയറിളകാനുള്ള മരുന്ന് കലർത്തിയതുപോലെ ഇന്ന് പാലിലും വിഷം കലർത്തിയത് നിങ്ങൾ തന്നെയായിരിക്കും. നീ എന്തൊക്കെ അനാവശ്യം പറയുന്നേ? പായസത്തിൽ ഞങ്ങൾ വിഷം കലർത്തിയെന്നോ? അതെ, നിങ്ങൾ തന്നെയാണ് കലർത്തിയത്. അതെ, ഞാനതെൻ്റെ ഈ 2 കണ്ണും കൊണ്ട് കാണുകയും ചെയ്തതാ. അതുകൊണ്ട് എന്നോട് കൂടുതൽ സംസാരിക്കല്ലേ മോളെ എന്നും നവ്യ പറയുക. അത് കേട്ടതും, കേട്ടില്ല അമ്മേ അവൾ പറയുന്നത്? പായസത്തിൽ വിഷം കലർത്തിയത് നമ്മളാണെന്ന്. വെറുതെ ഇല്ലാക്കഥ പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാക്കഥയല്ലടി, എല്ലാം ഞാൻ ഒളിഞ്ഞൊന്ന് കേട്ടതാ, കാണുകയും ചെയ്തതാ. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ എന്നെ കളിയാക്കുന്നേ? എല്ലാം ഞാൻ ആരോട് വേണേലും തുറന്നു പറയും.
പോലീസുകാരോട് പോലും പറയും നീ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് അനാമികയെ പൊളിച്ചെടുക്കുക. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരിക. എന്താ ഇവിടെ? ദേ മുത്തശ്ശ, ഇവള് പറയുന്ന കേട്ടോ മുത്തശ്ശ. ഇവളോട് ഞാൻ പറഞ്ഞു ഇവളുടെ അനിയത്തിയാണ് പാല് കാച്ചിയത്, ഇവൾക്ക് വിഷം കൊടുക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തതെന്നാ. പക്ഷെ ഇവളുടെ അനിയത്തിയും അത് സമ്മതിച്ചു തരില്ല മുത്തശ്ശ. രണ്ടുപേരും ഭയങ്കര സാധനങ്ങളാ എന്നൊക്കെ പറയണം. ദേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചും കണ്ടും വേണം, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അവളും ഇവളെന്നൊക്കെ വിളിക്കാൻ നവ്യയും നയനമോളും നിന്റെ ഇളയവരല്ല, മൂത്തവരാണ്. അതറിയാതെയാണോ പെരുമാറുന്നത് എന്നും മുത്തശ്ശൻ വഴക്കു പറയാൻ അനാമിക. അത് കേട്ടതും നമ്മുടെ അനാമിക ആകെ ടെൻഷനായി. ഈശ്വര, ഇയാളും എന്നെ വഴക്കു പറയാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട്. അപ്പോൾ രേവതി, അത് പിന്നെ സാറേ മോളങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാ. സോറി സാർ. സോറിയൊക്കെ അവിടെ നിൽക്കട്ടെ. വെറുതെ ഈ വീട്ടിൽ മറ്റുള്ളവർ ചെയ്ത കാര്യം അറിയാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. നയനമോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാതെ വെറുതെ മോളെ കുറ്റപ്പെടുത്തരുത്, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇത് കേട്ടതും അനാമിക ആകെ ടെൻഷനായി. ഈശ്വരൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.